ജർമ്മൻ പാർലമെന്റ് അംഗീകരിച്ച പുതിയ സൈനിക സേവന നിയമത്തിനെതിരെ യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിൽ. റഷ്യയുമായുള്ള സംഘർഷത്തിനിടെ യൂറോപ്പിനെ സംരക്ഷിക്കാൻ സായുധ സേനയെ ശക്തിപ്പെടുത്തുകയും യൂറോപ്പിനെ സൈനികമായി സംരക്ഷിക്കുന്നതിൽ അമേരിക്ക പിന്നോട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സൈനിക ബലം കൂട്ടാനുള്ള നിയമം ജർമ്മൻ പാർലമെന്റ് പാസാക്കിയത്. 18 വയസ്സ് തികഞ്ഞവർക്ക് സ്വമേധയാ ഉള്ള സൈനിക സേവന പദ്ധതിക്കാണ് പാർലമെന്റ് അംഗീകാരം നൽകിയത്. രാജ്യത്ത് ഉടനീളം 90 നഗരങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധത്തിൽ പങ്കെടുത്തു. 6 മാസം ബാരക്കുകളിൽ അടച്ചിരുന്ന് അച്ചടക്ക പരിശീലനം നേടാനും കൊല്ലാൻ പഠിക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. യുദ്ധം ഭാവിക്ക് യാതൊരു സാധ്യതയും നൽകുന്നില്ലെന്നും അത് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്നും യുവജനങ്ങൾ പറഞ്ഞു. നിലവിലെ സജീവ സൈനികരുടെ എണ്ണം 1,83,000 ആണ്. 2035 ആകുമ്പോഴേക്കും സൈനികരുടെ എണ്ണം 2,60,000 ആയും റിസർവ് സൈനികരുടെ എണ്ണം കുറഞ്ഞത് 2 ലക്ഷമായും ഉയർത്തുകയാണ് ലക്ഷ്യം. 2011 നിർബന്ധിത സൈനിക സേവനം ജർമ്മനി നിർത്തലാക്കിയിരുന്നു. എന്നാൽ നിലവിൽ സുരക്ഷാ സാഹചര്യം മോശമാവുകയാണെങ്കിൽ നിർബന്ധിത സൈനിക സേവനം വീണ്ടും പരിഗണിക്കേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് വ്യക്തമാക്കി. സൈന്യത്തിൽ ചേരുന്നവർക്ക് പ്രതിമാസം 2,600 യൂറോ അഥവാ ഏകദേശം 2,30,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നു. 2008 ജനുവരി 1 ശേഷം ജനിച്ച മുഴുവൻ ആളുകൾക്കും അടുത്ത വർഷം ജനുവരി മുതൽ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടോ എന്നറിയാനുള്ള ചോദ്യാവലി നൽകും. പുരുഷന്മാർ നിർബന്ധമായും പൂരിപ്പിക്കണം. സ്ത്രീകൾക്ക് സ്വമേധയാ തീരുമാനമെടുക്കാം. ഫ്രാൻസ്, ബെൽജിയം, ഇറ്റലി എന്നീ രാജ്യങ്ങളും സൈനിക സേവന നിയമം സജീവമാക്കിയിട്ടുണ്ട്.